അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വെടിവയ്പുണ്ടായി. വധശ്രമമാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ വെടിവയ്പ് നടന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അദ്ദേഹത്തിന് നേരെ വധശ്രമം തന്നെയാണ് നടന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഡൽഹിയിൽ നിന്ന് അച്യുതൻ നമുക്കൊപ്പം ചേരുന്നു. അച്യുതൻ, എപ്പോഴാണ് ഈ സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ? SK അകാലിദളിന്റെ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെയാണ് ഈ വെടിവയ്പ് ഒരു വധശ്രമം ഉണ്ടായിരിക്കുന്നത്. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ വച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സുഖ്ബീർ സിംഗ് ബാദൽ ഈ അമൃത്സറിന് മുൻപിൽ ഒരു ഉപവാസം എന്ന രീതിയിൽ പ്രതിഷേധിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നേരെ ഇത്തരമൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ സിഖുകാരുടെ ഒരു പരമോന്നത അധികാരിയായ അകാൽ തക്ത ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും തുടർന്നാണ് ഇതിൽ പ്രതിഷേധിച്ച് ഇദ്ദേഹം ഇത് തെറ്റായ തീരുമാനങ്ങളാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന് നേരെയാണ് ഇപ്പോൾ ഈ ഒരു വധശ്രമം ഉണ്ടായിരിക്കുന്നത്. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം നടന്നു. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന് നേരെ വധശ്രമം ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ അച്യുതന് കുറച്ചുകൂടി നൽകാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അച്യുതൻ, മറ്റെന്ത് വിവരമാണ് ലഭിച്ചിട്ടുള്ളത്? കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഇദ്ദേഹത്തിന് ഈ അമൃത്സറിൽ ഈ പ്രതിഷേധത്തിൽ ഇരുന്ന ഇദ്ദേഹത്തിന് നേരെ വെടിവയ്പ് ഉണ്ടായി എന്നതാണ്. പക്ഷേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘത്തെ പറ്റിയോ അല്ലെങ്കിൽ വ്യക്തികളെ പറ്റിയുള്ള വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഈ അകാൽ തക്ത എന്നതിനെതിരെയായിരുന്നു ഇപ്പോൾ ആ ദൃശ്യമാണ് കാണുന്നത്. ആ വെടിവയ്പിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്ത ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ദൃശ്യമാണത്. അകാലിദൾ നേതാവിന് നേരെ നിറയൊഴിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ പിടിച്ച് ബലാൽ സുരക്ഷാ സംഘം പിടിച്ചു മാറ്റിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുഖ്ബീർ സിംഗ് ബാദലിന് നേരെയാണ് വെടിവയ്പുണ്ടായത്. അച്യുതൻ, മറ്റെന്തെങ്കിലും വിവരം നമുക്ക് ലഭിച്ചോ ഇതിനെക്കുറിച്ച്? കാരണം കുറച്ച് ദിവസങ്ങളായി ഈ പ്രശ്നം അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വെസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ച് നാളുകളായി ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ അകാലി തക്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ഒരു തർക്കമാണോ ഇതിലേക്ക് നയിച്ചത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. മറിച്ച് ഇദ്ദേഹത്തിന് നേരെ ഈ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു വധശ്രമം എന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കാൻ കൂടി സാധിക്കുന്നത്. എന്തായാലും സുഖ്ബീർ സിംഗ് ബാദൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അവിടെ അമൃത്സർ ക്ഷേത്രത്തിന് മുൻപിൽ ഉപവാസം അനുഷ്ഠിക്കുകയായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരമൊരു ആക്രമണം അദ്ദേഹത്തിന് നേരെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ആരംഭിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയായിരുന്നു അകാലിദൾ നേതാവായ സുഖ്ബീർ സിംഗ് ബാദൽ. അദ്ദേഹത്തിന് നേരെയാണ് ഇപ്പോൾ വെടിവയ്പുണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുവർണ ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. അല്പസമയത്തിനകം എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വളരെ ഒരുപക്ഷെ അദ്ദേഹം കുറച്ച് ദിവസങ്ങളായി ഒരു ശിക്ഷാവിധി ഏറ്റെടുത്തുകൊണ്ട് സുവർണക്ഷേത്രത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് നേരെയാണ് വെടിയുതിർക്കാൻ ശ്രമം നടന്നത്.